കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികളെ കൂടി ഇപ്പോൾ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും അവർ കുറ്റക്കാരാണെന്നും അവരുടെ ശിക്ഷയും ശരിവെച്ചു. അതോടൊപ്പം 2 പേർ, ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന കെ കൃഷ്ണൻ, കൂത്തുപറമ്പ് പാനൂരിലെ ജ്യോതിബാബു, ഈ 2 പ്രതികളെയും കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനും കൂടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത്. അത് ശരിയാണെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല വാദങ്ങൾ, 5 മാസം നീണ്ടുനിന്ന വാദമാണ് ഹൈക്കോടതിയിൽ നടന്നത്. ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് രാജീവ് വളരെ നന്നായി കേസ്, അഡ്വക്കേറ്റ് സഫൽ വളരെ നന്നായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തു. അതിശക്തമായ വാദമായിരുന്നു. അതിനൊടുവിലാണ് ജഡ്ജിമാർ ഇന്ന് വിധി എഴുതിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും നല്ല വിജയമാണ്. ഞങ്ങൾക്ക് ഇനി ഗൂഢാലോചന മറ്റുള്ള ഇപ്പൊ ശിക്ഷിച്ചവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തവർക്ക് അതിന് മുകളിലുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് 26-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഇത്. അതായത് പൊളിറ്റിക്കൽ മർഡർ ഇനി നടക്കരുത് എന്നുള്ളതിനുള്ള ഒരു ഇതാണ്. അതായത് ജീവപര്യന്തം ശിക്ഷിച്ചിരുന്ന ആളുകൾക്ക് ശിക്ഷ കൂട്ടാനായിട്ട് 26-ാം തീയതി ഹൈക്കോടതിയിൽ പ്രതികളെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, എല്ലാ പ്രതികളെയും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് പ്രോസിക്യൂഷൻ അപ്പീലുണ്ടായിരുന്നു, വിക്ടിം അപ്പീലും ഉണ്ടായിരുന്നു, രമയുടെ അപ്പീലും ഉണ്ടായിരുന്നു. അതിനകത്ത് ശിക്ഷയെക്കുറിച്ചുള്ള വാദം അവരുടെ ഭാഗം കേൾക്കാനും ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷനെ കേൾക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ജയിലിൽ നിന്നും റിപ്പോർട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സബ്സിക്വന്റ് കോണ്ടാക്ട് എങ്ങനെയായിരുന്നു എന്നറിയാൻ, പിന്നെ സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അതിന്റെ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിശദമായിട്ട് പരിശോധിക്കും. അത് കേൾക്കാൻ വേണ്ടി 26-ാം തീയതിക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് എസ് രാജീവ്. സാറാണ് പ്രോസിക്യൂട്ടർ. വളരെ 4.5 മാസം വളരെ ശക്തമായിട്ട്, അതായത് ഏതാണ്ട് 18 മണിക്കൂറോളം ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ കേസിന്. ഒരു പൊളിറ്റിക്കൽ മർഡർ ആകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സാക്ഷികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. എല്ലാവരും പേടിപ്പിക്കും. 56 സാർ പറഞ്ഞാൽ മതി. വളരെ ഗൗരവമായി തന്നെ ഹൈക്കോടതി ഈ കേസിലെ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇത്രയധികം നീണ്ടുനിന്ന ഒരു അപ്പീൽ വാദം ഈ കോടതിയിൽ നേരത്തെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അത്രത്തോളം വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയതായിട്ടുള്ളത് പോലും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും വാദിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമായുള്ള വിഷയങ്ങളിലേക്ക് കോടതി ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം. ഒരുപാട് സാക്ഷികൾ ഈ കേസിൽ കൂറുമാറിപ്പോയിട്ടുണ്ട്. പ്രോസിക്യൂഷനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിന് അത്യാവശ്യമായി തെളിവ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷികൾ, അത് മാത്രമല്ല, മൊഴി കൊടുക്കുക മാത്രമല്ല, മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ചെന്ന് മൊഴി കൊടുക്കുക പോലും ചെയ്തിട്ടുള്ള സാക്ഷികൾ, അവർ പോലും കോടതിയിൽ വന്ന് മൊഴി കൊടുത്തതെല്ലാം ശരിയാണ്, മജിസ്ട്രേറ്റ് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചാണ് മൊഴി റെക്കോർഡ് ചെയ്തത്, ഞാൻ എഴുതിയത് വായിച്ചു നോക്കി ഒപ്പിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞത് കളവാണ്, ഇപ്പോൾ പറയുന്നതാണ് ശരി, എന്നെ പോലീസ് പീഡിപ്പിച്ചിട്ടാണ് ഞാനത് എഴുതി. ആ തരത്തിലുള്ള ഒരു കൂറുമാറ്റം, അത്ഭുതകരമായിട്ടുള്ള കൂറുമാറ്റം നടന്ന് 19 സാക്ഷികൾ കൂറുമാറിയിട്ടുള്ളൊരു കേസായത്. ആ കേസിൽ ഉള്ള തെളിവുകൾ മതിയായ തെളിവ് തന്നെയാണ്. അത് വെച്ച് പരിശോധിച്ച് കീഴ്ക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കീഴ്ക്കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയിട്ടാണ് താഴെയുള്ള കോടതിയിൽ നിന്നുള്ള വിധിയിൽ ചില ആളുകളെ വിട്ടയച്ചിട്ടുള്ളത്. അതിലൊന്ന് ഈ വിട്ടയച്ചതിനെതിരായിട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്തിരുന്നു. വിട്ടയച്ചിട്ടുള്ള എല്ലാ പ്രതികളെയും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അപ്പീലിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, പ്രോസിക്യൂഷൻ അനുകൂലമായി കിട്ടിയിട്ടുള്ളത്, വിട്ടയക്കപ്പെട്ടിട്ടുള്ള കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെ, അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ്. ആ 2 പേർ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ ഇത്രത്തോളം ഗൗരവമുള്ള തെളിവല്ല. അത് പ്രോസിക്യൂഷന് പറയാവുന്നതാണ്. ഇവർക്കെതിരായിട്ടുള്ള തെളിവിന്റെ അത്രയും കാഠിന്യമുള്ളതല്ല. എന്നാൽ പോലും അതിന്റെ പിന്നെ അവരെയും
കുറ്റക്കാരാണെന്ന് കാണേണ്ടതാണെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രോസിക്യൂഷന്റെ അഭിപ്രായം. അത് മാത്രമല്ല അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും ഈ പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന, മുകളിലേക്കുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് മുന്നോട്ട് പോകും. പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു.